അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ ചോറും കറി വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഞാൻ ഇന്ന് മാന്തിയായിരുന്നു മീൻ, അപ്പോൾ അത് കറി വെക്കാനും അതുപോലെ തന്നെ കുറച്ച് പൊരിക്കാനും കൂടി തീരുമാനിച്ചു. അതിൻ്റെ മസാലകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞാൻ. അപ്പോൾ എന്നെക്കാട് വലിയ തിരക്കിലാണ് ആദിക്കുട്ടൻ. അവൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കളിക്കാട്ട് കൊടുത്താൽ അവിടെ ഇരുന്ന് കളിച്ചോളും. കാരണം മക്കൾക്ക് ഫോൺ കൊടുക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധികൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത് നമ്മളെ കിങ്ങിണി പൂച്ച അവിടെ നോക്കി തിരിപ്പുണ്ട്. ആദ്യക്കൊണ്ടൊരു ബുദ്ധി കണ്ടോ, ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നീക്കി വെച്ചിട്ട് അതിലേക്ക് മീൻ ഇടാൻ വേണ്ടിയിട്ട് അച്ചമ്മയോട് പറയുകയാണ് അവൻ. അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ആ കവറിലേക്ക് അതിലിടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രായത്തിൽ ഒരു 1.25 വയസ്സിൽ മക്കൾക്ക് ഇത്ര അധികം ബുദ്ധിയൊക്കെ എവിടെ നിന്നാലേ കിട്ടുന്നത്. മീൻ നമ്മളെ പൂച്ച തിന്നുന്നത് കണ്ടിട്ട് ആദ്യമായിട്ട് നോക്കിയിരിക്കും. അവർ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ടോ. അത് കാണുമ്പോൾ എനിക്ക് എന്താ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ബുദ്ധിയൊക്കെ മക്കൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പണികൾക്ക് കഴിഞ്ഞ് നേരെ പോയിട്ട് സ്റ്റിച്ചിങ്ങിലേക്കാണ്. അതിനെ കൊണ്ട് അയൽവാസി എന്നെ ഒട്ടും വിട്ടില്ല. ഞാൻ വെറുതെ ഇരിക്കുന്ന അയൽവാസിക്ക് തീരെ ഇഷ്ടമല്ല. അതിനോട് ഒരു ലോഡ് ഡ്രസ്സും കൊണ്ടാണ് വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഷേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വെട്ടി ചെറുതാക്കാനും അങ്ങനെ ഒരുപാട് പണികൾ എനിക്കുണ്ട്. പുതിയതൊക്കെ അടിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ ബ്ലാക്ക് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് റേഷൻ പീടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സഞ്ചി എന്നോട് തുന്നി തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പെട്ടു. അങ്ങനെ ചോറൊന്നും തിരക്കിലാണേ. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു വണ്ടിക്കാരൻ വന്നു. അയാളടുത്താണെങ്കിൽ പേരയ്ക്കും അതുപോലെ തന്നെ പപ്പായ അതുപോലെ തന്നെ കുറച്ച് ചേളുത്തുള്ളി ഉണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങുന്നത് കണ്ട് അയൽവാസികളൊക്കെ വാങ്ങാൻ തുടങ്ങിട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ, സീ യു.